കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം. ഞാൻ മുരളി ബമ്മണൂർ. കാവ്യരശ്മിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഖണ്ഡത്തിൽ മഹാകവി കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത മൂന്നാം ഭാഗം. തമസാ നദിക്കരയിൽ വാൽമീകി ആശ്രമത്തിന് തൊട്ടടുത്തായി സീതാദേവിയെ ഉപേക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് പോകാനൊരുങ്ങുന്ന ലക്ഷ്മണനുമായി സീത സംവദിക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഈ ഖണ്ഡത്തിൽ അവതരിപ്പിക്കുന്നത്. വിരഹാർത്തിയിൽ വാടിയേകനായി കരകാണാത്ത മഹാവനങ്ങളിൽ തിരിയും രഘുനാഥനെ തുണച്ചരിയോരന്വയമുദ്ധരിച്ചു നീ. പരദുർജയനിന്ദ്രജിത്തുമായി പൊരുതും നിൻ കഥ കേട്ടു വെമ്പലാൽ കരൾ നിന്നിലിയെന്ന കൂറുതൻ പെരുതാമാഴമറിഞ്ഞിതന്നിവൾ. മുനി കാട്ടിടുമെൻ കിടാങ്ങളെ കനിവാൽ നീ സ്വയമാഞ്ഞു പുൽകിടം. അനസൂയ വിശുദ്ധമിന്നു നിൻ മനമാനന്ദ സരിത്തിൽ നീന്തിടം. വിടുകൻ കഥ വത്സ വാഴ്ക നീ നെടുനാളഗ്രജനേക ബന്ധുവായി ഇടരെന്നിയ ഗുണോൽക്കരം തടവും ബന്ധുജനങ്ങളോടുമേ. അറിവറ്റുമുറക്കെഴാതെയും മറയായി മൂടിയുമിന്ദ്രിയങ്ങളെ മുറിയും കരളിൽ കുഴമ്പുപോലുറയും ശീതളമൂർച്ഛയോർപ്പു ഞാൻ. മൃതി തൻ മകളെന്നു തോന്നുമാ സ്ഥിതിയിൽ ദേഹികൾ പേടി തേടിലും മതി കാഞ്ഞു ഞെരുങ്ങുവോർക്കതിങ്ങതിമാത്രം സുഖമേകിടുന്നു താൻ. പ്രിയനിൽ പക തോന്നിടാതെയും ഭയവും നാണവും ഓർമ്മിയാതെയും സ്വയമങ്ങനെയത്തമസ്സുതൻ കയമാർന്നെന്മതി താണു നിന്നിതേ. മലർമെത്തയിൽ മേനി നോവുമെന്നലസാംഗം ഘനഗർഭദുർവഹം അലയാതെ ശയിച്ചു കണ്ടകാകുലമായി കീടമിയെന്ന ഭൂവത്തിൽ. പെരുമാരിയിൽ മുങ്ങി മാഴ്കിടുന്നൊരു ഭൂമിക്കു ശരർത്തുപോലവേ പരമെന്നരികത്തിലെത്തിയ പരവിദ്യാനിധി നിന്നതോർപ്പു ഞാൻ. നികടത്തിൽ മദീയമാശ്രമം മകളെ പോരിക തോർക്ക നിൻ ഗൃഹം. അകളങ്കമിവണ്ണമോദിയെന്നകമൊട്ടാറ്റി പിതൃപ്രിയൻ മുനി. മതിമേൽ മൃഗതൃഷ്ണ പോൽ ജഗൽ സ്ഥിതിയെന്നും സ്ഥിരമായ ശാന്തിയെ ഗതിയെന്നു മലിഞ്ഞു ബുദ്ധിയിൽ പതിയും മട്ടരുൾ ചെയ്തു മാമുനി. എരിയുന്ന മഹാവനങ്ങൾ തന്നരികിൽ ശീതള നീർത്തടാകമോ തിര തല്ലിയെഴുന്ന സിന്ധുവിൻ കരയോ ശാന്തികരം തപോവനം. സ്വകപോല വെളിച്ചമീർഷ്യയം പുകമൂടാത്ത മുനീന്ദ്രയോഷമർ ഇടരെന്നി ലസിക്ക സൗമ്യമാമുടജത്തിൻ്റെ കെടാവിളക്കുകൾ. തരുപക്ഷി മൃഗങ്ങളോടുമിന്നരരോടും സുരരോടുമെന്നുമേ ഉരുമട്ടിവരുള്ളിലെന്തുമസരള സ്നേഹ രസം നിനപ്പു ഞാൻ. അനലാർക്ക വിധുക്കളാവിധം വനശൈലാദികൾ വേദമെന്നതിൽ മനതാരലയാതവർക്കെഴും
ഘനമാമാസ്തിക ബുദ്ധിയോർപ്പു ഞാൻ. മഹിയിൽ ശ്രുതി പോലെ മാന്യമാർ പ്രിയതാത്മാക്കൾ ഋഷിപ്രസൂതിമാർ വിഹിതാവിഹിതങ്ങൾ കാട്ടുവോർ സ്വയമാചാര നിദർശനങ്ങളാൽ. ഇതിഹാസ പുരാണ സൽക്കഥാശ്രുതിയാൽ ജീവിതഭൂനനച്ചിവർ ചിതമായരുളുന്നു ചേതനാലതയിൽ പുഷ്പഫലങ്ങളാർക്കുമേ. വ്രതിയാം കണവൻ്റെ സേവ നിർവൃതിയായി കൺമൊരു ശുദ്ധരാഗമാർ പതിദേവതമാർ ജയിക്ക ഉൾക്കൊതിയോരാത്തവർ ഭോഗമായയിൽ. സ്മൃതി വിസ്മൃതമാകിലും സ്വയം ശ്രുതികാലാബ്ധിയിലാണ്ടുപോകിലും അതിപാവനശീലമേലുമീ സതിമാർ വാണിടുമൂഴിധന്യമം. കനിവിന്നുറവായി വിളങ്ങുമീ വനിതാമൗലികളോടു വേഴ്ചയൽ അനിവാര്യ വിരക്തിരൂക്ഷരാം മുനിമാരാർദ്രതയാർന്നിടുന്നതം. ഗുണചിന്തകളാൽ ജഗത്രയം തൃണമാക്കും മതിമാൻ മഹാകവി ഇണചേർന്നു മരിച്ച കൊറ്റിയിൽ ഘൃണ തേടാനിതു താൻ നിമിത്തമം. ഇടപെട്ടിവരൊത്തുമേവുവാനിടയാക്കീടിന ദുർവിധിക്കഹോ പടുശല്യഭിഷക്കിനെന്ന പോലൊടുവിൽ തൻ നൃണബദ്ധയായി ഞാൻ. പരിതൃപ്തിയെഴാത്ത രാഗമാമെരിതിക്കിന്ധനമായി നാരിമാർ പരിതൃപ്തിയെഴാത്ത രാഗമാമെരിതിക്കിന്ധനമായി നാരിമാർ പുരിയിൽ സ്വയമാത്മജീവിതം കരിയും ചാമ്പലുമാക്കിടുന്നിതേ. പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാനസക്തിയും കരളിൽ കുടിവെച്ചുഹാ പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ. നിജദോഷ നിദർശനാന്തമർ സുജനാചാരമവിശ്വസിക്കുവോർ രുച തേടി മരിപ്പു കൽമഷവ്രജമാം കാമലബാധയാലിവർ. കാവ്യഭാഗത്തിൻ്റെ അർത്ഥസംഗ്രഹം. ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണാർത്ഥം കാടുകൾ താണ്ടി വിരഹദുഃഖത്തിലാണ്ടലയുമ്പോൾ അനുജ, ലക്ഷ്മണ, നീയായിരുന്നല്ലോ ജ്യേഷ്ഠനെ തുണച്ച് ഒന്നിച്ചുണ്ടായിരുന്നത്. പിന്നീട് ലങ്കയിലെത്തി അജയ്യനായ ഇന്ദ്രജിത്തുമായി നീ നടത്തിയ ഘോരയുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ട് എൻ്റെ അമിതമായ ഉത്കണ്ഠയിൽ ആകുലതയിൽ നിന്നോടുള്ള എൻ്റെ ഭ്രാതൃസ്നേഹത്തിൻ്റെ ആഴം ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു എന്ന് സീത ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. തുടർന്ന്, ലക്ഷ്മണ, നീ ഇപ്പോൾ മഹർഷിക്കൊപ്പം അയോധ്യയിലേക്ക് വന്നിട്ടുള്ള എൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞിരിക്കാം. സന്തോഷത്താൽ നീ അവരെ ആലിംഗനം ചെയ്തിരിക്കാം. എന്നെക്കുറിച്ചോർത്ത് നീ പരിതപിക്കേണ്ട. നീ നിൻ്റെ ജ്യേഷ്ഠന് തണലായി എന്നും നിലകൊള്ളുക. ലക്ഷ്മണൻ കാട്ടിൽ തനിയെ വിട്ടിട്ട് പോയതിൽ പിന്നെ സീതയ്ക്കുണ്ടായ വേദനയെ ചിത്രീകരിക്കുകയാണ് 55 മുതൽ 58 വരെയുള്ള ശ്ലോകങ്ങളിൽ. പരിസരബോധം പോലും നഷ്ടപ്പെട്ട് അവശയായി മരണം ഭവിക്കുന്നതിന് തൊട്ടു മുൻപ് മരണത്തെ നേരിൽ അനുഭവിക്കുന്നത് പോലെയാണ് എന്ന് വ്യംഗ്യഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. മൃതിതൻ മകളെന്നു തോന്നുമസ്ഥിതിയിൽ എന്ന പ്രയോഗത്തിലൂടെ കവി വിഭാവനം ചെയ്തിരിക്കുന്നതും അതുതന്നെ. എങ്കിലും ആ അവസ്ഥയിലും തൻ്റെ ഭർത്താവിനോട് പകയോ വിദ്വേഷമോ തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ദുഃഖമാകുന്ന കൂരിരുട്ടിൽ താൻ വ്യാകുലയായപ്പോഴും എന്തേ എൻ്റെ മനസ്സ് ഭർതൃചെയ്തികളെ ദ്വേഷിക്കാതിരുന്നത്? പട്ടുമെത്തയിൽ ശയിച്ചാലും വേദന തോന്നുന്ന അവസ്ഥയിൽ പൂർണ്ണ ഗർഭിണിയായ സീത വ്യാകുലപ്പെട്ട് കഴിയവെയാണ് വാൽമീകി മഹർഷി വന്ന് ആശ്രമത്തിലേക്ക്
കൂട്ടിക്കൊണ്ടുപോയത്. പെരുമാരിക്കിടയ്ക്ക് ശേഷം വന്നണഞ്ഞ വേനൽ ദിനം പോലുള്ള അനുഭവമായിരുന്നു അന്ന് തനിക്ക് വാൽമീകി മഹർഷിയുടെ ആശ്രമജീവിതം പ്രദാനം ചെയ്തത് എന്നും സീത ഓർമ്മിക്കുന്നു. എൻ്റെ പിതാവിന് പ്രിയപ്പെട്ടവനായ മുനി, മകളെ, ഇത് നിന്റെ വീടാണ് എന്ന് കളങ്കലേശമേശാതെയുള്ള ആ വാക്കുകളിൽ എൻ്റെ വേദന ഒട്ടൊക്കെ ശമിച്ചു എന്നും സീത ചിന്തിക്കുന്നു. ഭൗതിക ജീവിതത്തിൻ്റെ നശ്വരതയെയും മമതാഭേദമില്ലാത്ത സുഖദുഃഖങ്ങളെ വിസ്മരിച്ച് വികാരരഹിതമാകുന്ന അവസ്ഥയാണ് മോക്ഷമെന്ന് എന്നെ ധരിപ്പിച്ച് ആ മഹാഗുരു എൻ്റെ ദുഃഖത്തെ ആശ്വസിപ്പിച്ചു. കാട്ടുതീയിൽ അകപ്പെട്ട് ഉഴറിയോടുമ്പോൾ കണ്ടുകിട്ടുന്ന തെളിനീർ തടാകം പോലെയായിരുന്നു ആശ്രമത്തിലെത്തിയ എൻ്റെ അവസ്ഥ എന്നും സീത ചിന്തിക്കുന്നു. ഈർഷ്യയും പകയും എന്തെന്നറിയാത്ത മുനീന്ദ്രയോഷമാർ അഥവാ തപസ്വിനി വൃന്ദമാകട്ടെ കിടാവിളക്കുകൾ പോലെ സ്നേഹമാകുന്ന വെളിച്ചം നൽകി സമാശ്വസിപ്പിച്ചു. സർവത്തിനെയും സമഭാവനയോടെ കാണുന്ന തപസ്വിനിമാരുടെ സരള സ്നേഹവും ആചാര നിദർശനങ്ങളും ഇതിഹാസ പുരാണ കഥനങ്ങളും പാതിവൃത്യശീലങ്ങളും അവർ വാഴുന്ന ഇടത്തെപ്പോലും മഹത്വമുള്ളതാക്കുന്നു. അവരോടുകൂടെ കഴിയുന്നതാലാവാം അനിവാര്യ വിരക്തിയിൽ നിന്ന് ചില വേള മാറി സ്നേഹസമ്പന്നരായി മുനിമാർ പോലും മാറുന്നത് എന്ന് ചിന്തിക്കുന്നു. മൂന്നുലകും തൃണസമാനം എന്ന് കരുതി ഗുണചിന്തകൾക്ക് അധീനനായ മഹാമുനി പോലും ക്രൗഞ്ചമിഥുനങ്ങളിൽ അനുകമ്പാർദ്ദനായി തീർന്നത് മുനീന്ദ്രയോഷമാരുടെ സഹജ സ്നേഹത്തിനാവാമെന്നും സീതാദേവി ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ആശ്രമജീവിതത്തെയും നഗരജീവിതത്തെയും താരതമ്യം ചെയ്യുമ്പോൾ രാഗബദ്ധരായ വിഷയതൃഷ്ണയ്ക്കടിപ്പെട്ട നാരിമാരുടെ ജീവിതം കരിയും ചാമ്പലും പുരണ്ടതായി മാറുകയാണ് കൊട്ടാരത്തിലെ സർവ്വസുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ എന്ന് സീത ഇവിടെ എടുത്തു പറയുകയാണ്. പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാനശക്തിയും കരളിൽ കുടിവെച്ചുഹാ പരമ്പരയായി പൗരികൾ കെട്ടുപോയതേ. കൊട്ടാരവാസികളായിരിക്കുന്ന രാജാക്കന്മാരുടെയും അവരുടെ പ്രജകളും ആത്മവിദ്യാസാധനയിൽ ആകൃഷ്ടരാകാതെ ഭൗതിക ജീവിതം നയിച്ച് ആത്മജ്ഞാനമില്ലാത്തവരായി കെട്ടുപോകുകയാണ് എന്ന് ഇവിടെ ധ്വനിപ്പിക്കുന്നു. അവരാവട്ടെ കാമലബാധയിൽപ്പെട്ട് കാണുന്നതൊക്കെ മഞ്ഞയായി കാണുന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നു. ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി അടുത്ത ഖണ്ഡത്തിൽ. നമസ്തേ.